ഒരിക്കലൊരാൾ പ്രഭാത സവാരിക്ക് വരുമ്പോൾ തൻ്റെ പരിചയക്കാരൻ ഒരാൾ എതിരെ വരുമ്പോൾ കണ്ടു ചോദിച്ചു, ഇന്നെന്ത് പറ്റി സാറിന് അധികം തനിച്ചാണല്ലോ വരുന്നത്, ഇന്ന് പട്ടിയുമായി? ഓ, ഞാൻ എപ്പോഴും വീട്ടിൽ കാണാറില്ല, അപ്പം കാവലിനായി ഒരു പട്ടിയെ കൂടെ വളർത്തി, അപ്പോൾ പട്ടിയും കൂടെ കൊണ്ടുവന്നതാ. ഇത് കേട്ടാൽ ഞാനും നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ, ഇയാൾ ഇയാൾക്ക് പകരം കാവൽക്കാരനായിട്ട് പട്ടിയെ വെച്ചതാണോ, അതോ ഇയാളും പട്ടിയാണോ, അപ്പോൾ ഭർത്താവാണോ പട്ടിയാണോ? ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവൻ നെഗറ്റീവാണ് ആയി ചിന്തിച്ചാൽ അവിടെ പ്രശ്നമാണ്. നമ്മൾ പോസിറ്റീവായി പറയുന്നത് ഫലിതം ഒക്കെ ചിലർക്കത് നെഗറ്റീവായി ചിന്തിക്കും. അതാണ് പ്രശ്നങ്ങൾ. നമ്മൾ ഈ അതിനെ ഫലിതത്തെ ഫലിതമായി തിരിച്ചറിയാനും ഗൗരവമുള്ള കാര്യം ഗൗരവമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ നിശ്ചയമായ ഒരു ക്ലാഷ് ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും പറയാൻ ഫലിതം ആസ്വദിക്കാൻ കഴിയില്ല. ഹ്യൂമർ സെൻസ് വളരെ കുറവാണ് പലർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. നമ്മൾ പറയുന്ന കൂടെ ആരെങ്കിലും സന്ദർഭോചിതമായി സംസാരിച്ചില്ലെങ്കിൽ അവരതിനെ റിയാക്ട് ചെയ്യുന്നത് നെഗറ്റീവായിരിക്കും. അത് കുടുംബ ബന്ധങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, സാമൂഹ്യ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ഓർക്കുക, പട്ടി പട്ടിയായിരിക്കട്ടെ, നായ് നായ ആയിരിക്കട്ടെ, നമ്മളോട് ചോദിച്ച ഉത്തരം ഇന്നെന്താ പട്ടിയുമായി വന്നതെന്നാ. അതിന് ഞാനില്ലാത്തത് കൊണ്ട് കാവൽക്കാരനായാണെന്നാണ് പറയേണ്ടത്, അല്ലല്ലോ. സംഭാഷണത്തിൽ ശ്രദ്ധിക്കുക, നന്മയും തിന്മയുണ്ട്.